വാഴ പാർട്ട് 2 കണ്ടിട്ട് കടുത്ത നിരാശയിൽ വന്നിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, വാഴ സിനിമയുടെ ആ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കഥയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ അല്ല പാർട്ട് 2-ൽ വിപിൻ ദാസ് റൈറ്റ് ചെയ്ത് സാവിൻ സാർ ഡയറക്റ്റ് ചെയ്ത് ഒരു സിനിമയാക്കി എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു നിരാശയാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ പാർട്ട് 2 കണ്ടപ്പോൾ കിട്ടിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പാർട്ട് 1-ൽ ശരിക്ക് അതിലെ കഥാപാത്രങ്ങൾ, ആ 4 പയ്യന്മാർ അവസാനമായപ്പോഴേക്കും ഒരു വാഴ ബിസിനസ്സൊക്കെ തുടങ്ങി. അതൊക്കെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞൊക്കെ നശിച്ചു പോയി. അങ്ങനെ അവർ ബിസിനസ് അമ്പേ പരാജയപ്പെട്ടിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ആ സിനിമ ക്ലൈമാക്സ് എത്തുന്നത്. അതേപോലെ തന്നെ ആ ക്ലൈമാക്സിൽ ഹാഷിറിൻ്റെ ടീമാണ് സെക്കൻഡിൽ ഉണ്ടാവുക എന്നും അതിൽ പറഞ്ഞിരുന്നു. പക്ഷേ പാർട്ട് 1-ൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പുഷ്പ 2, ദുരന്തർ 2, ബാഹുബലി 2 ഇങ്ങനെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ പാർട്ട് 1-ൻ്റെ തുടർച്ചയായ അതേ കഥയുടെ ബാക്കി ഭാഗം, അതേ കഥാപാത്രങ്ങൾ തന്നെ ഈ സിനിമയിൽ അങ്ങനെയായിരിക്കും സിനിമ എടുത്തു വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇത് പാർട്ട് 2 ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവങ്ങളേ ഇല്ലാതെ വേറൊരു കഥയും വേറെ കഥാപാത്രങ്ങളുമാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ഈ സിനിമയിൽ വരുന്നില്ല. ആ സിനിമയിലുള്ള നടന്മാരൊക്കെ ഈ സിനിമയിലുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ അസീസ് നെടുമങ്ങാട്, കോട്ടയം നസീർ, അതേപോലെ നോബി മാർക്കോസ്, ഇവരൊക്കെ കാണിക്കുന്നുണ്ട്. അവർ ആരാ എന്താ ഒരു പിടുത്തവും ഇല്ല. അവരവിടെ ഇരിക്കുന്നു. പിന്നെ നോബിയൊക്കെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു, അതൊരു എത്തും പിടിയുമില്ല. അവർ വെറുതെ ഈ സിനിമയിൽ വന്നിട്ട് പാർട്ട് 1-ലുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അവരവിടെ ഇരിക്കുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ പോലും ശരിക്കും നോക്കുന്നില്ല, ഈ കോട്ടയം നസീറൊക്കെ. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രങ്ങൾ. പക്ഷേ വേറെ ചില കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നുണ്ട്, അത് കിടിലനായിരുന്നു, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. എന്തവസ്ഥയാണിത്? ശരിക്കും ആ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പ്രേക്ഷകർക്ക് അറിയണ്ടേ? പാർട്ട് 1-ൽ അവർ അങ്ങനെ വാഴ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് അവരുടെ ജീവിതം തകർന്നു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു അതറിയണ്ടേ? ആ ഒരു പ്രതീക്ഷയിലും ഒരു ഇൻട്രസ്റ്റിങ്ങിലും ഒരു ത്രില്ലിങ്ങിലുമാണ് ഞാൻ പോയത് കേട്ടോ. പക്ഷെ അങ്ങനെയേ അല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ വാഴയുടെ തുടർച്ചയാണ് ഇത് പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. പ്രേക്ഷകർക്കും കാണുന്നവർക്കും സമ്മതിക്കാൻ പറ്റില്ല, വിവരമുള്ളവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ കഥയും വാഴയുടെ കഥയും ഞാൻ പറഞ്ഞുവല്ലോ, അതിൻ്റെ തുടർച്ചയല്ല ഇതെന്ന് പറഞ്ഞു. അപ്പോൾ കഥ വേറെ, സംഭവങ്ങൾ വേറെ, അങ്ങനെ വരണമല്ലോ. അങ്ങനെയേ അല്ല, അതേപോലത്തെ ഒരു കഥ, ഏകദേശം സെയിം, ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു കഥ തന്നെയാണ് വിപിൻ ദാസ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. കഥാപാത്രങ്ങൾ മാത്രമേ മാറ്റമുള്ളൂ. പക്ഷേ കഥാപാത്രങ്ങളുടെ അവസ്ഥകളും ഫസ്റ്റ് പാർട്ടിലുള്ള അതേപോലത്തെ കഥാപാത്രങ്ങൾ, അതായത് അതിൽ സ്റ്റുഡൻസായി വരുന്നു, പിന്നെ അവരുടെ മാതാപിതാക്കൾ, പിന്നെ ഇവരുടെ പഠനം, പിന്നെ അധ്യാപകർ, പിന്നെ കുറേ പോലീസ് സ്റ്റേഷൻ, പിന്നെ അതേപോലെ വിദേശത്തേക്കൊക്കെ പോകാൻ പ്ലാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ സിനിമയിലും കൊണ്ടുവന്ന് അങ്ങനെ കോപ്പിയടിച്ച പോലെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടവേള ആദ്യ പകുതി വരെ ഒരു ആവർത്തന വിരസതയാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ടിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടച്ചിങ് നമുക്ക് ഇടവേള വരെ ലഭിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതേപോലത്തെ കഥ, അതേപോലത്തെ സംഭവങ്ങൾ, ഹാഷിറിൻ്റെ ടീമാണെന്നേ ഉള്ളൂ. അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതെന്തായാലും ഒരു കുറവായിപ്പോയി. എന്നാൽ ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇടവേള വരെ ഇങ്ങനെ പോയി, അതിനുശേഷം ഇതേപോലെ പോയിട്ട് സിനിമ മറ്റേ കഥാപാത്രങ്ങൾക്കും ഒരു വില കൽപ്പിക്കാത്ത പോലെ ആയി പോകുമെന്ന് കരുതി പാർട്ട് 1-ൻ്റെ. പക്ഷേ സിനിമ സത്യം പറഞ്ഞാൽ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കിഡിലൻ സിനിമ തന്നെയാണ്. വിപിൻ ദാസ് റൈറ്റ് ചെയ്ത് സാവിൻ സാർ ഡയറക്റ്റ് ചെയ്ത് ഇതിലെ ഹാഷിറിൻ്റെ ടീം നന്നായി ഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല ഗുണപാഠ സിനിമയാണ്. യുവതീ യുവാക്കൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു നല്ല ഗുണപാഠ സിനിമ തന്നെയാണ് വാഴ 2.
യുവതി യുവാക്കൾ മാത്രമല്ല, മാതാപിതാക്കളും മക്കളും എല്ലാവരും ചേർന്ന് പോയി കാണേണ്ട ഒരു നല്ല സിനിമ തന്നെയാണ് ഈ പാർട്ട് 2 എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കുറവുകൾ ഉണ്ടെങ്കിലും നല്ല ഗുണപാഠ സംഭവങ്ങൾ ഈ സിനിമയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇടവേളയ്ക്ക് ശേഷം നല്ല ടച്ചിങ് ഉള്ള നിമിഷങ്ങൾ ഉണ്ട് കേട്ടോ. അൽഫോൺസ് പുത്രൻ പുള്ളി ഇതിൽ നന്നായിട്ട്, പുള്ളിയുടെ കഥാപാത്രം നല്ലൊരു കഥാപാത്രം പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത് നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഡയലോഗ് കാര്യങ്ങളൊക്കെ നല്ല ഒരു ഗുണപാഠ ഡയലോഗുകളാണ് പുള്ളിയിൽ നിന്ന് വരുന്നത്. അതേപോലെ തന്നെ ഹാഷിർ സ്വന്തം അനിയൻ്റെ അടുത്ത് ഈ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ഈ സിനിമയ്ക്ക് തന്നെ ഫുള്ളായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്. അത് നന്നായിരുന്നു കേട്ടോ. അപ്പം നല്ല ഒരു ഗുണപാഠ സിനിമയാണ് വാഴ 2. പിന്നെ ഇതിൽ ബിജുക്കുട്ടൻ്റെ വേഷം, പുള്ളി ഒരു അച്ഛനായിട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിജുക്കുട്ടൻ്റെ വേഷമൊക്കെ ഇത്രയും കിടിലനായിട്ടുള്ള പുള്ളി ഒരു കഥാപാത്രം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിലില്ല. അത് എൻ്റെ ഓർമ്മയിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ബിജുക്കുട്ടൻ ഇതിൽ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ മാത്രം മാതാപിതാക്കളിൽ ഈ സിനിമയിൽ ഉയർന്നു നിൽക്കുന്നു, നന്നായിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് പുള്ളി എപ്പോഴും ഒരു ഓഞ്ഞ കോമഡിയും കാര്യങ്ങളുമായിട്ടാണ് വരാറ്. വലിയ ചില കോമഡിയൊന്നും ഒരു സുഖവും ഉണ്ടാവില്ല. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. അജു വർഗീസിന് നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ട്, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അജു വർഗീസിൻ്റെ ഈ സിനിമയിലെ അഭിനയവും എനിക്ക് നന്നായി ഇഷ്ടമായി. ഇനി അടുത്തത് വിജയ് ബാബു, പുള്ളിക്കും നല്ലൊരു കഥാപാത്രം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹാഷിറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാഷിർ നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അവസാനം വരെയുള്ള പ്രകടനം ഓക്കെ. പക്ഷേ ഹാഷിർ കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഹാഷിറിൻ്റെ ടീമിലുള്ള അലൻ ബിൻ സിറാജ്, അതേപോലെ അജിൻ ജോയ്, ഇവരൊക്കെ തന്നെ, അതേപോലെ വിനായക്, ഈ 4 പിള്ളേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അലൻ ബിൻ സിറാജൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അതേപോലെ ഹാഷിറും. അപ്പോൾ ഈ 4 പേരുടെ അഭിനയം അതും ഗംഭീരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിരിക്കാൻ നല്ല നിമിഷങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇടവേളയ്ക്ക് ശേഷമുള്ള സ്വദേശം വിദേശം അതൊന്നും പാർട്ട് 2 ഇത്രയധികം ഉൾക്കൊള്ളിച്ചിട്ടില്ല. അല്ല, പാർട്ട് 1 ഇത്രയധികം കാണിച്ചിട്ടില്ല. അതിൽ വിദേശത്തുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ നന്നായി വന്നിട്ടുണ്ട്. അതേപോലെ ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ ഒരു പയ്യൻ പോകുന്നുണ്ട് വിദേശത്തേക്ക്, അവനും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവസാനമാകുമ്പോഴേക്കും അതിലെ ഓരോ ക്യാരക്ടറുകളുടെയും ആ ഒരു പൂർണ്ണത വരുന്നുണ്ട്. പാർട്ട് 1 പോലെയല്ല. പാർട്ട് 1 പൂർണ്ണത ഇല്ലാതെ നിന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് 2 അവരെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഇതിൽ പൂർണ്ണത വരുന്നുണ്ട്, എല്ലാറ്റിനും ഒരു ഉത്തരം കിട്ടുന്ന പോലെ. എന്നാലും ഹാഷിറിൻ്റെ എനിക്കിനി അടികൂടാനൊന്നും വയ്യ എന്നൊരു കഥാപാത്രത്തിൻ്റെ അടുത്ത് പുള്ളി പറയുന്നുണ്ട് ഇതിൽ. അവിടെ പുള്ളിയുടെ ആ ഒരു കഥാപാത്രവും ഹാഷിറും ഉള്ള ആ ഒരു പൂർണ്ണത വരാതെയാണ് ഈ സിനിമ നിൽക്കുന്നത്. അതിൽ കൂടി ഒരു നല്ലൊരു ഇത് കൊടുക്കാമായിരുന്നു. പിന്നെ ഇതിൽ വാഴ ഫസ്റ്റിൽ ഇടവേളയ്ക്ക് മുമ്പ് നല്ല കിടിലൻ സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് ഇടവേള പോയിട്ട് നിൽക്കുന്നതല്ലോ. ആ കിടിലൻ സംഭവം സത്യത്തിൽ ഈ സിനിമയിൽ ക്ലൈമാക്സിൽ കൊണ്ടുപോയിട്ടാണ് വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സിൽ ഒരു 4 എണ്ണം വരുന്നുണ്ട്, ഒരു ഡാർക്ക് പച്ച ഷർട്ട് ഇട്ടിട്ട്. അവർ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കിടിലൻ കൊണ്ടുവന്ന് പറയാം. കാരണം അവരെ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായിരുന്നു അവരുടെ ഭാഗം. ലാസ്റ്റ് കൊണ്ടുപോയി വെച്ചത് നന്നായിരുന്നു. എന്നാലും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കുറവുകൾ ഒന്ന് നികത്താമായിരുന്നു എന്ന് തോന്നി. എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിനിമ മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു നല്ല ഗുണപാഠ മൂവി തന്നെയാണ് വാഴ 2.